ഞാൻ ഈ ഫയൽ കണ്ടിട്ടില്ല. എന്താണ് സംഭവിച്ചതെന്നുള്ള അന്വേഷിക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. കാരണം ഞാൻ അറിയാത്ത അല്ലെങ്കിൽ ഞാൻ കാണാത്തൊരു ഫയലിനെ പറ്റി എനിക്ക് എന്താണ് പറയാനുള്ളത്, അത് വിശദമായ കാര്യങ്ങൾ അന്വേഷിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഈ പറയുന്നത് ആരെന്ന് നിങ്ങൾക്ക് അറിയാലോ അല്ലേ? പോലീസ് മന്ത്രിയാണ്, കോൺഗ്രസിന്റെ പോലീസ് മന്ത്രിയാണ്. ഏതോ ഫയൽ കണ്ടിട്ടില്ല എന്ന് പറയുന്നത്. ആ ഫയൽ എന്ന് പറയുന്നത് സുഗതന്റെ ഫയലാണ്. ആരാണ് സുഗതൻ? BJP കാരനാണ്. കാപ്പ കേസിലൊക്കെ പ്രതി ചേർക്കപ്പെട്ട മനുഷ്യനാണത്രേ. അദ്ദേഹം നിലവിൽ തിരുവനന്തപുരത്തെ ഭരണസമിതിയിലുള്ള ഒരാൾ കൂടിയാണ്. ആയിക്കോട്ടെ, BJP കാർക്ക് അങ്ങനെയൊക്കെ ആവാം. അദ്ദേഹത്തിന് ഇന്നലെ ലീവ് കൊടുത്തു അത്രേ. അതും രസകരമായൊരു സംഗതിയാണ്. അതൊന്ന് കേൾക്കുക തന്നെ വേണം, എങ്കിലും നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. പറഞ്ഞോളൂ. പറയൂ. എന്താ പറയാൻ പ്രയാസമുണ്ടോ? എനിക്കും ഇതുപോലെയും ഇങ്ങനെയൊക്കെയാണ് എനിക്കും തോന്നുന്നത്. എന്തായാലും സുഗതന്റെ ഒരു പ്രിവിലേജ് എന്നുള്ളതാണ്. ഇപ്പം നേരത്തെ ഹർഷചേട്ടൻ പറഞ്ഞ പോലെ സുഗതന്റെ പേഴ്സണൽ AG എന്നൊക്കെ പറയുന്നത് പോലെ ഇത് ഇപ്പോൾ ആഭ്യന്തര വകുപ്പ് മാറിയിരിക്കുന്നു എന്നുള്ളത് കൂടെയാണല്ലോ. ഞാൻ ആലോചിക്കുകയാണ്, ശബരിനാഥൻ അദ്ദേഹം ഒരു ബാഹുബലിയെ പോലെയാണ് അവിടെ അദ്ദേഹത്തിന്റെ കാര്യങ്ങളുമായി, അതായത് രാഷ്ട്രീയം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അവിടെ ഒരു രാഷ്ട്രീയ ചലനം ഉണ്ടാക്കുവാൻ വേണ്ടി കോർപ്പറേഷനിൽ നിരന്തരം പോരാടുകയാണ് അദ്ദേഹം ചെയ്യുന്നത്. തീർച്ചയായും LDF CPM അക്കാര്യത്തിൽ പിന്നോട്ടല്ല. പക്ഷേ എങ്കിൽ പോലും അദ്ദേഹത്തിന്റെ ഈ ദിവസത്തിൽ ഈ ആഭ്യന്തര വകുപ്പ് കൊടുത്ത, അതായത് UDF സർക്കാരിന്റെ ആഭ്യന്തര വകുപ്പ് കൊടുത്ത ഈ കടലാസ് വെച്ചിട്ടാണല്ലോ നിലവിൽ അവധി അപേക്ഷയിൽ ഈ നിയമോപദേശം വെച്ചിട്ടാണല്ലോ നിലവിൽ അവിടെ ഇങ്ങനെ ഒരു കാര്യവും സംഭവിച്ചിരിക്കുന്നത്. BJPക്ക് ഒരു ആശ്വാസം ഇന്ന് കോർപ്പറേഷനിൽ ഉണ്ടാക്കി കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് പിന്നിൽ നിന്ന് കുത്തിയ കട്ടപ്പയായി മാറിയിരിക്കുകയാണ് നിലവിൽ ആഭ്യന്തര വകുപ്പ് എന്നുള്ളതിൽ ഒരു തർക്കമില്ല. എന്നിട്ട് മറ്റൊരു വാർത്തയാണ്, ഈ കത്ത് കൊടുത്തതിലെ ഇന്ന് രമേശ് ചെന്നിത്തലയ്ക്ക് അതൃപ്തിയുണ്ട് എന്നാണ് പറഞ്ഞത്. അതിനെപ്പറ്റി വിശദീകരിക്കണം എന്ന് പറഞ്ഞിട്ട് അത് നിർദ്ദേശിച്ചിട്ടുമുണ്ട് എന്നാണ് നമുക്ക് തന്നെയുള്ള വാർത്ത, അല്ലേ? അങ്ങനെയല്ല, അത് മനഃപൂർവ്വം ഇത് രമേശ് ചെന്നിത്തല അറിഞ്ഞു ചെയ്തതെന്നൊന്നും ഞാനിപ്പോ ആരോപിക്കുന്നില്ല. പക്ഷെ എന്നാൽ പോലും ഞാൻ അറിയിക്കാം, ഈ കത്ത് കൊടുത്തിരിക്കുന്ന 20/7/2026 ഇതിന്റെ ഏറ്റവും മുകളിലുള്ളതാ. ഇന്ന് 31 11 ദിവസമായി. എങ്ങനെയുണ്ട്? ഒരു BJP ആളെ സഹായിക്കാൻ വേണ്ടിയിട്ട് പോലീസ് സേനയുടെ IG-യിൽ നിന്ന് എങ്ങാണ്ടൊരു കത്ത് പോയിരിക്കുന്നു. 10-11 ദിവസമായിട്ടും അത് പോലീസ് മന്ത്രി അറിഞ്ഞിട്ടില്ല എന്നാ പറയുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കി. അപ്പൊ ഈ BJP-ക്കാരെ എന്തൊരു സഹായമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, BJP-ക്കാർക്ക് വേണ്ടിയിട്ട് എന്തൊരു സഹായമാണ് ഈ കോൺഗ്രസ് ചെയ്തു കൊടുക്കുന്നത് എന്നുള്ളതാണ്. എന്തായാലും ഇനി വ്യക്തമായിട്ട് ഒന്നുകൂടി കേൾക്കണമെങ്കിൽ ഇത് കേട്ടാൽ മനസ്സിലാവും. ഈ അണ്ടർ സെക്രട്ടറിയുടെ കരുതലാണ്. കാരണം ഈ കാപ്പ കേസിൽ അകത്ത് കിടക്കുന്ന ഒരു പ്രതിയാണെന്ന് ആലോചിച്ച് നോക്കണം. ശബരിനാഥ് ഘോരഘോരം ഇതിനെതിരെ അവിടെ വാദിച്ചുകൊണ്ടിരിക്കുകയാണ് കോർപ്പറേഷനിൽ. മൈക്ക് ഓഫ് ചെയ്തിട്ടുണ്ട്, എന്നാലും അദ്ദേഹം മൈക്ക് പിടിച്ച് അവിടെ കേൾക്കാവുന്ന പക്ഷത്തിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോഴാണ് മേയർ VV രാജേഷ് ഒരു കത്ത് ഉയർത്തിപ്പിടിച്ചിട്ട്, ശബരിനാഥ് താങ്കളുടെ UDF സർക്കാരിന്റെ ആഭ്യന്തര വകുപ്പ് നൽകിയ കത്താണിത് എന്ന് പറഞ്ഞാണ് കത്ത് വായിക്കുന്നത്. ആ കത്ത് ആഭ്യന്തര വകുപ്പിന്റെ അഡീഷണൽ അണ്ടർ സെക്രട്ടറി നമിത T ആണ് ആ കത്ത് കൊടുക്കുന്നത്. ആ കത്തിൽ പറയുന്ന ഭാഗം വളരെ കൃത്യമായിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്. അതായത് ഇദ്ദേഹം എന്തല്ലേ ഗംഭീരല്ലേ, ഒന്ന് കേട്ടോ. എക്സ്കോർട്ട് പരോൾ അനുവദിക്കണമെന്നാണ് ആരുടെ അപേക്ഷ? സുഗതന്റെ അപേക്ഷ. അതിനുള്ള മറുപടി ആയിട്ടാണ് ഈ ഒരു ഉപദേശം കൊടുക്കുന്നത്. അപ്പം എന്റെ സംശയം, ഈ പരോൾ ആവശ്യപ്പെടുമ്പം പരോൾ തരാനാവില്ല എന്ന് പറഞ്ഞാൽ പോരെ എന്നുള്ളതാണ് എന്റെ സംശയം. പക്ഷെ അതിനുശേഷം പറയുന്നത് കത്തിലെ ആവശ്യം പ്രകാരം സർക്കാർ നിരസിച്ചിരിക്കുന്നു, ഈ പരോൾ നിരസിച്ചിരിക്കുന്നു. എന്നിട്ട് അതിനുശേഷം പറയുന്നു, മേൽ സാഹചര്യത്തിൽ കോർപ്പറേഷൻ കൗൺസിൽ യോഗങ്ങളിൽ പങ്കെടുക്കുന്നതിന് താങ്കൾ നേരിട്ട് പങ്കെടുക്കാൻ സാധിക്കില്ല. താങ്കളുടെ കൗൺസിലർ സ്ഥാനത്തിന് അയോഗ്യത വരാതിരിക്കാൻ ജയിൽ മുഖേന തിരുവനന്തപുരം കോർപ്പറേഷൻ കൗൺസിലിന് അവധി അപേക്ഷ സമർപ്പിക്കാൻ താങ്കൾക്ക് അനുവാദം ഉണ്ടായിരിക്കുന്നതാണ്. മുനിസിപ്പാലിറ്റി ആക്ട് അനുസരിച്ച് കോർപ്പറേഷൻ കൗൺസിൽ ഈ അവധി അപേക്ഷ പോസ്റ്റ് അംഗീകരിക്കുകയാണെങ്കിൽ താങ്കളുടെ കൗൺസിൽ സ്ഥാനം അയോഗ്യതയിൽ നിന്ന് സംരക്ഷിക്കപ്പെടുമെന്ന വിവരം ഇതിനാൽ അറിയിക്കുന്നു എന്നുവരെ കൃത്യമായി അതിലുണ്ട്. അങ്ങനെയൊക്കെ ഒരു അപേക്ഷയ്ക്ക് മറുപടി കൊടുക്കുമോ എന്നുള്ളതാണ് എന്റെ ചോദ്യം. എന്തൊരു എന്താ പറയാ, കൃത്യതല്ല, കരുതലാണ് അവിടെ നടക്കുന്നത് എന്നുള്ളതാണ്.
ഗംഭീരമായിട്ടുള്ള കരുതലല്ലേ? അവിടെ ശബരിനാഥ് ഈ ചങ്ങാതി എങ്ങനെയെങ്കിലൊക്കെ അവിടുന്ന് പുറത്താക്കാൻ വേണ്ടിയിട്ട് സമരം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇപ്പുറത്തിരുന്നിട്ട് BJPക്കാരെ സഹായിക്കാൻ വേണ്ടിയിട്ട് കോൺഗ്രസ് ഇവിടെയും സമരം ചെയ്തുകൊണ്ടിരിക്കുന്നു. ആരാണ് ആർക്ക് വേണ്ടിയിട്ടാണ് ഈ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്? എന്തായാലും അത് അവരുടെ ഒരു കുടുംബകാര്യം എന്ന രീതിയിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, അങ്ങോട്ട് ഒഴിവാക്കാം അല്ലേ? അപ്പോൾ സുഹൃത്തുക്കളെ, ബൈ.